അപ്പൊ ഒരു നോർമൽ സാധാരണ ഒരു മനുഷ്യന്റെ ടൈമിന്റെ ഐഡിയ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ്. അതെ. അതായത് ഇപ്പോൾ വലത്തേക്ക് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരാളുടെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി, അതായത് അയാളുടെ സൈമിൾട്ടേനിയസ് ഇവന്റ്സ് എല്ലാം കണക്ട് ചെയ്യുന്ന ലൈൻ, അതിനാണ് ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി. അതിങ്ങനെ ആയിരിക്കും, ഈ ഒരു ചെരിഞ്ഞ വരയായിരിക്കും. അതേസമയം എന്റെ ലൈൻ ഓഫ് സൈമിൾട്ടേനിറ്റി എന്ന് പറയുന്ന ഈ ലൈനാണ്. അതായത് ഈ ലൈനിലുള്ള ഇവന്റ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈമിൾട്ടേനിയസ് ആയിട്ടുള്ളത്. അപ്പൊ ഈ സൈമിൾട്ടേനിയസ് ഇവന്റ്സിനെ എല്ലാം ചേർത്താണ് നമ്മളെ പ്രസന്റ് എന്ന് പറയുന്നത്. പ്രസന്റ്, വർത്തമാനകാലം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിലുള്ള ഇവന്റ്സ് എല്ലാം സൈമിൾട്ടേനിയസ് ആയിരിക്കും. ഓക്കെ. അതേസമയം വലതുവശത്തേക്ക് വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിലുള്ള ഇവന്റ്സ് ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാകുക. ഞാനിപ്പോൾ ഈ വരച്ച ഡോട്ടുകളാണ് സൈമിൾട്ടേനിയസ് ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരാള് വളരെ പെട്ടെന്ന് എന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അയാളെ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ കാണും. ഓക്കെ, നൗ എന്റെ ഇപ്പത്തെ ഈ മൊമെന്റിൽ ഞാൻ അയാളെ കാണുന്നു. അപ്പൊ എന്റെ നൗവിൽ അയാളുണ്ട്, ആ സ്പീഡിൽ പോകുന്ന ആളുണ്ട്. പക്ഷെങ്കിൽ അയാളെ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുമ്പോൾ അയാളെ നൗവില് ചിലപ്പം ഈ മൊമെന്റിലുള്ള ഞാനായിരിക്കില്ല ഉണ്ടാവുന്നത്. കാരണം അയാൾ സ്പേസ് ടൈം ചെരിച്ചാണ് വെട്ടുന്നത്. അപ്പൊ ചിലപ്പോ എന്റെ ഒരു പാസ്റ്റ് വെർഷനോ എന്റെ ഒരു ഫ്യൂച്ചർ വെർഷനോ ആയിരിക്കും അയാളുടെ നൗ സ്ലൈസിൽ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളെല്ലാരെ ലൈൻസ് ഓഫ് സൈമിൾട്ടേനിറ്റിയും നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ സ്പേസ് ടൈം ഒരു എന്താ പറയാ ഒരു ബ്ലോക്ക് സ്ട്രക്ചർ ആയിട്ടാണ് വേണ്ടത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ തമ്മില് എന്താ പറയാ ഒരു ഈക്വൽ എക്സിസ്റ്റൻസ് ഉണ്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിന്. അപ്പോൾ സീമാനിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള പല ഇവന്റ്സും എനിക്കിപ്പോൾ സംഭവിക്കുന്നേ ഉള്ളൂ. സീമാൻ കഴിഞ്ഞു എന്ന് കരുതുന്ന പല ഇവന്റ്സും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൊമെന്റിൽ സംഭവിക്കുന്നതേ ഉള്ളൂ. പ്രസന്റ് മാത്രമാണ് റിയൽ, പാസ്റ്റും ഫ്യൂച്ചറും റിയൽ അല്ല എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അതിവിടെ വർക്കാവില്ല. പ്രസന്റ് എന്ന് പറയുമ്പോൾ ആരുടെ പ്രസന്റ്? എന്റെ പ്രസന്റ് പറഞ്ഞാൽ വേറെ ആളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് ആയിരിക്കാം, ഇനിയും വേറെ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഫ്യൂച്ചറും ആവാം. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഒരേപോലെ റിയൽ ആണ് എന്ന് പറയുന്നതാണ് റിലേറ്റിവിറ്റിയുടെ ഐഡിയാസുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഐഡിയ. നമ്മൾ ഫ്യൂച്ചർ എന്ന് കണക്കാക്കുന്നത് വേറെ ആരുടെയൊക്കെയോ പാസ്റ്റ് ആവാം. അപ്പൊ ഇൻ സം സെൻസ് ഫ്യൂച്ചർ ഫിക്സ്ഡ് ആയി എന്നുള്ളൊരു വ്യൂ ആണ് വരുന്നത്. അപ്പൊ ഇത് ഫ്രീ വില്ലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഡിസ്കഷൻ ആൾക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്.